ഹായ്. അപ്പം നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും രാവിലത്തെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അയിലക്കുട്ടിയാണ് മീൻ. അപ്പോൾ അതൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരി കഴുകണം ഇനിയിപ്പോൾ അടുപ്പത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരത്തെ തന്നെ വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ചുടലൊക്കെ കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ചെമ്മീനാണ് കേട്ടോ കറി. അപ്പോൾ രാവിലെ ചെമ്മീനാണ് കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ തലേന്നത്തെ മീൻ കറി അല്ലെങ്കിൽ അന്ന് വെച്ച മീൻ കറിയൊക്കെയാണ് കടിയൊക്കെ ഇഷ്ടം. അല്ലാതെ നമ്മൾ ഉണ്ടാക്കണ രാവിലെ കടിയൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കിയാൽ കൂട്ടായൊന്നുമില്ല, എന്നാലും മീൻ കറി ഉണ്ടാകുമ്പോൾ അതാണ് ഇഷ്ടം. അപ്പോൾ അയിലക്കുട്ടിയൊക്കെ പൊരിച്ച് പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്നത്തെയും പോലെ ഇപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ആക്കി കൊടുത്തയക്കലായിരുന്നു. അപ്പോൾ ചോറൊക്കെ തന്നെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. കറി പാത്രത്തിലാക്കിയിരിക്കണേ. പിന്നെ മീൻ അയിലക്കുട്ടിയാണ് കേട്ടോ. ചെമ്മീൻ കറിയാണ്. പിന്നെ അയിലക്കുട്ടി പൊരിച്ചതും കൂടി ചെറിയ അയിലക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഭയങ്കര ബിസിയാണ് ഈ കാര്യം. രാവിലെ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവർക്കും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാനിത് പാത്രത്തിലൊക്കെ ആക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഒരു കവറിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കറീൻ്റെ മേലെ ഒരു കവറിട്ട് മൂടിയാണ് കറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ കൂട്ടാൻ പാത്രത്തിൽ കുറച്ച് അച്ചാറും ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പം കോഴിമുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെ ആക്കി കൊടുക്കും ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ അച്ചാറിന് 2-3 കടയൊക്കെ അച്ചാർ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പോണ വഴിക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് ഒക്കെ ഒന്ന് കവറിലാക്കി കൊടുക്കാണ്ട്. ഞാൻ നോമ്പിൻ്റെ മുമ്പേ ഇട്ടതാണ് കേട്ടോ അച്ചാർ. നോമ്പിൻ്റെ ഒരു 4 ദിവസം മുമ്പ്. പിന്നെ നോമ്പിന് ഇട്ടിട്ടില്ല. പിന്നെ നോമ്പ് ഒരു 25 കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറച്ച് അച്ചാർ ഇട്ടത്. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇനിയിപ്പോൾ പെരുന്നാൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. ഇനിയിപ്പോൾ വെളുത്തുള്ളി വാങ്ങണം. ബാക്കിയുള്ള അച്ചാറൊക്കെ ഇട്ടിക്കണേ. മിക്സഡ് അച്ചാറും മാങ്ങച്ചാറും പിന്നെ നാരങ്ങ ഈത്തപ്പഴം അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പോണ വഴിക്ക് കടയിലൊക്കെ ഒന്ന് കൊടുക്കണം. കടയിൽ നിന്നൊക്കെ ഓർഡർ ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കണം. പിന്നെ ഇക്കാൻ്റെ കടയിൽ ആരൊക്കെ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി വേറെ വേറെ കവറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ ഇതിന് ഇക്കാക്ക അവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കവറിലാക്കി റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. ജനമോള് അല്ലെങ്കിൽ എന്നും ജനമോള് രാവിലെ പോണതിന് മുൻപ് എണീക്കണതാണ്. ഇന്ന് എന്താ ഉറങ്ങുകയാണ്, ആൾ എണീച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കിടന്നതാണ്. മറ്റേത് ഇതിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ഒന്നാകെ പരത്തിയിടും. അപ്പോൾ പിന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ കവറിലാക്കി കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ ജനമോള് തൊട്ടാ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിളിക്കാതെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ 2 താഴത്തും കിടക്കണം കേട്ടോ, ബെഡൊക്കെ ഇട്ടിട്ട്. പിന്നെ മദ്രസ ഒന്നും തുറന്നിട്ടില്ല. ഇത് അങ്ങനെ കിടന്നതാണ് കേട്ടോ. മദ്രസ ഇവിടെ ശനിയാഴ്ചയാണ് തുറക്കൽ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പച്ചരി കഴുകി വെയിലത്തിടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മേലെ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.